ഞാൻ പറഞ്ഞത്. ജാഫറിന് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? അല്ല, അതൊക്കെ അങ്ങനെ തന്നെ. പിന്നെ വരാനുള്ളതൊക്കെ വരണ്ടേന്ന് പറയാം. അതെ, വരാനുള്ളത് വന്നതിന്റെ കാരണം നമ്മളായ കുറച്ച് പൊതുജനങ്ങളുണ്ട്. ഈ രാഷ്ട്രീയക്കാർക്ക് പിന്നിലും സിനിമാക്കാർക്ക് പിന്നിലും അവരാണ് ദൈവം എന്ന് നമ്മളുടെ ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മളെ കേരളം പോലെ ഇല്ലല്ലോ അവിടെ കുറച്ചും കൂടി ആരാധന കൂടുതലല്ലേ. ആരാധന. അതെ, ആ ആരാധന മൂത്തത് കൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചത് കേട്ടോ. വിശാൽക്ക് മലയാളം പറഞ്ഞത് പുരിഞ്ചില്ല ചൊല്ല്. ഹായ്, സുഖമാണോ എന്ന് ചോദിച്ചു. നമ്മുടെ ലുക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ റാത്താണ്. നമ്മുടെ ജാഫറെ ഒന്ന് ലുക്കിനായിട്ടൊന്ന് പരിചയപ്പെട്ടോ. അനിയ നമ്മുടെ ലുക്കിനെ പരിചയപ്പെടും. KP അവിടെ പോയി. KP വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് ആ വഴി അങ്ങ് പോയോ? നമ്മുടെ KP മോനെ, നീ ഇവിടെ എത്രയും പെട്ടെന്ന് നമ്മുടെ കമ്മിറ്റി ഓഫീസിന്റെ വാതിൽ പടിക്കൽ എത്തേണ്ടതാണ് കേട്ടോ. മാധ്യമ പ്രവർത്തകർ കുറെ എല്ലാം വളച്ചു കൊടുക്കാനും ഒരു പരിധി വരെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയുന്നു. അതെ, മാധ്യമങ്ങള് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അല്ലാതെ തന്നെ മഞ്ഞപ്പത്രങ്ങൾ കുറെ ഉണ്ട്. അതിൽ കൂടെ കുറച്ചും കൂടെ ഇന്ധനം ഒഴിച്ച് കത്തിക്കാൻ കുറെ മഞ്ഞപ്പത്രങ്ങളും ഉണ്ട്. ആ മഞ്ഞപ്പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ കൂടെ കൂടുമ്പോ അത് വല്ലാത്തൊരു എന്താണ് അഗ്നി കുണ്ഠാര, എന്താ പറയാ, അതായിട്ട് അങ്ങ് മാറുകയാണ്. ഹായ് ഇക്ക, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. എന്ന് ലുക്കിനോടാണ്. ഹായ് ജാഫർ, സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് നമ്മുടെ ലുക്ക് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അനിയൻ ലുക്ക്. KP ഉണ്ട്. KP ഇവിടെ ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ ഒന്ന് ഡോറ്. എനിക്ക് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഒരു കവിതയുണ്ട്. അത് ഞാൻ പാടിയതല്ല, അനിൽ പനച്ചൂരാന്റെ ഒരു ചെറിയ കവിതയാണ് അത്. പക്ഷെ ഞാനത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഓട്ടിസം ബാധിച്ച കുറച്ച് കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ പ്രോഗ്രാമില് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് ആ സംഭവം പാടിയിട്ടുള്ളത്. ജാഫർ കേൾക്കണ്ടോ? അനിയൻ എല്ലാരും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? അപ്പോ ആ ഒരു പരിപാടിയാ അത് പരിപാടി അവിടെ നടന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ മജീഷ്യൻ സാമ്രാട്ട് ഉണ്ടല്ലോ, ആളാണ് അതിന്റെ ഇതില്. ഞാനത് കേൾപ്പിച്ചാലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഈ ടീച്ചർക്കാണ് കയ്യടി കൊടുക്കേണ്ടത്. എല്ലാവരും കയ്യടി കൊടുത്തേ. ലുഫി, എന്തുണ്ട് വിശേഷം? നമ്മുടെ ലുഫി എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും, ഞാൻ ഈ ഒരു കവിത കഴിയുന്നത് വരേക്കും നിങ്ങള് ഒന്ന് നമ്മളുടെ ചാറ്റിൽ നിൽക്കണം, ആരും പോവരുത്. ആ കവിത നമ്മളുടെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു കുട്ടി പാടുന്ന ഒരു കവിതയാണ്. അതിന്റെ വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യണോ? എന്താ വേണ്ട? വീഡിയോസ് വേണ്ട, വോയിസ് മാത്രം ഇടാം അല്ലേ? ഓക്കെ. ലുഫി, അനിയൻസ് എല്ലാരും ഒന്ന് പരസ്പരം ഒന്ന് മെസ്സേജിൽ നിൽക്ക്. ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം. എല്ലാ ഓട്ടിസത്തിനെ അതിജീവിക്കുന്ന രീതിയിൽ ടീച്ചറെ കവിത പഠിപ്പിച്ചിരിക്കുകയാണ്. ടീച്ചർ എന്താ പറയുന്നത്? നമ്മുടെ തന്നെ ഓട്ടിസം കുട്ടികളും നന്നായി കവിത ചൊല്ലുന്നവരും തയ്ക്കുന്നവരും അങ്ങനെ പലതരം സ്കില്ലുകളുണ്ട്. നമ്മുടെ അലൻ മൈക്കിളിന്റെ കവിത ഒന്ന് കേട്ടു നോക്കൂ. ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഞാനത് പ്ലേ ചെയ്യുമ്പോ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ? കേൾക്കണ്ടല്ലോ അല്ലെ? വലയിൽ വീണ കിളികൾ ആരുടേതാ? നമ്മുടെ അനിൽ പരച്ചൂരൻ സാറിന്റെ വലയിൽ വീണ കിളികൾ എന്ന കവിതയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് പറയുന്നത് പോലും ആ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിയുടെ വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ. ഓട്ടിസം ബാധിച്ച് നമ്മള് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താറുള്ള ചില വൈകല്യങ്ങളിലുള്ള ഒരു കുട്ടിയുടെ ഒരു വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത്. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണു ചിമ്മുമേ വഴിയിലെന്തു നമ്മൾ പാടണം, പെയ്തെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തുപാട്ട് കേട്ട് പാറവേ ഞാനൊടിച്ച കതിര് പങ്കിട കൂടണഞ്ഞ തെൻകിടാവു നീ വേടലിട്ട കെണിയിൽ വീണുമാ ചേർപ്പെടുന്നു നമ്മളേകരായി കൂട്ടിലൊന്നു പങ്കുവച്ചോരാ പൊൻകിന കളി വിരിയുമോ ചാഞ്ഞ കൊമ്പിലന്നു ചാരികേ
ഊഞ്ഞാലാടി